നമ്മൾ ഒപ്റ്റിക്സിലെ അടുത്ത ഒരു ചാപ്റ്റർ, ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അത് റിഫ്ലക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അതിലെ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിനോമിനയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്ഷനെ ഒന്ന് പരിചയപ്പെടുകയാണ്. ഇത് ഒന്നാമത്തെ മാധ്യമം, ഇത് രണ്ടാമത്തെ മാധ്യമം. ഒന്നാമത്തെ മാധ്യമം, ഇത് രണ്ടാമത്തെ മാധ്യമം. വായുവും ജലവും ആയിക്കോട്ടെ, അങ്ങനെ രണ്ട് മീഡിയം, രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങൾ. വളരെ ശ്രദ്ധിക്കണം, രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങൾ. ഇത് പ്രകാശമാണ്, ലൈറ്റാണ്. ലൈറ്റ് ഇതാ ഇങ്ങനെ വരികയാണ്. ഇതൊരു ആ മീഡിയത്തിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്മൂത്ത് സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്മൂത്ത് സർഫസിൽ സ്ട്രൈക്ക് ചെയ്തു. ലൈറ്റ് വളരെ മിനുസമുള്ള ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു മിററിൽ, ദർപ്പണത്തിൽ തട്ടി. തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് പോകുന്നു. തിരിച്ച് അതേ മാധ്യമത്തിൽ, എവിടുന്നാണോ വന്നത് അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു പോകുന്നു. അതിനെയാണ് നമ്മൾ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, പ്രകാശം വരാണ്, വായുവിലൂടെ പ്രകാശം വന്നു. വായുവിലൂടെ പ്രകാശം വന്നു, വളരെ സ്മൂത്തായ, വളരെ മിനുസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ച് അതേ വായുവിലേക്ക് തന്നെ പോകുന്നു. വായുവിൽ നിന്ന് വന്നു, മിനുസമുള്ള പ്രതലത്തിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇവിടെ എഴുതിയിരിക്കുന്നു ദ റിട്ടേണിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് ഇൻ ദ സെയിം മീഡിയം. ഏതു മാധ്യമത്തിൽ നിന്നാണോ വന്നത് അതേ മാധ്യമത്തിലേക്ക്, ദ റിട്ടേണിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് ഇൻ ദ സെയിം മീഡിയം ഫ്രം വിച്ച് ഇറ്റ് ഹാസ് കം. എവിടെ നിന്നാണോ വന്നത് അതേ മാധ്യമത്തിലേക്ക് റിട്ടേൺ ബാക്ക് ചെയ്യുന്നു. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ഓൺ എ സർഫസ് ഓർ മിറർ or maybe it is a smooth surface is called reflection of light. നമ്മൾ ആ ഫിനോമിനയുടെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി. നമ്മൾ അതിനെ ഡീപ്പായിട്ട് ഡെപ്തിലോട്ട് പോവാണ്. ഈ വരുന്നതാണ് ഇൻസിഡന്റ് റേ. ഇതാണ് ഇൻസിഡന്റ് റേ, അല്ലെ? പതനരശ്മി, വരുന്ന പതനരശ്മി. ഇതാണ് നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ്. ആ സർഫസിൽ തട്ടി തിരിച്ച് ഈ പോകുന്ന റേ ആണ് റിഫ്ലക്റ്റഡ് റേ. തിരിച്ചു പോകുന്ന റേ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ഈ തട്ടിയ പോയിന്റ്, അല്ലെ, സർഫസിൽ, സ്മൂത്ത് സർഫസിൽ വന്ന് വീണ ഈ പോയിന്റ്, ഈ ഒരൊറ്റ പോയിന്റ്, ആ പോയിന്റിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അതാണ് നോർമൽ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേ സർഫസിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റ്, ആ പോയിന്റിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, പെർപെൻഡിക്കുലർ ആംഗിള് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനെയാണ് ലംബം അഥവാ നോർമൽ എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം, നോർമൽ അഥവാ ലംബം എന്ന് പറയുന്നു. അത് നമ്മൾ വരച്ചു. ഈ ഡോട്ടഡ് ലൈൻ ആണ്, ശ്രദ്ധിക്കണം, നോർമൽ എന്നാണ് പറയുന്നത്. നോർമൽ വരച്ചു. ഇത് ഇൻസിഡന്റ് റേ. ഇവിടെ എന്തുണ്ട്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആ പോയിന്റിൽ സർഫസിന് പെർപെൻഡിക്കുലർ വരച്ചു. അതിനെ നമ്മൾ നോർമൽ എന്ന പേര് വിളിച്ചു. തിരിച്ചു പോകുന്ന ആ റേയെ പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. തിരിച്ചു പോകുന്ന പ്രതിപതന രശ്മി എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് റേ. ഇനി നോർമലും ഇൻസിഡന്റ് റേയും, ശ്രദ്ധിക്കണം, നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ആ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നു. ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഐ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ. ഇൻസിഡന്റ് റേയും
നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അടുത്ത ആംഗിൾ ആർ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആംഗിൾ ആർ. ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത് നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ. നമ്മൾ റിഫ്ലക്ഷൻ എന്ന ഫിനോമിനയെ പറ്റിയാണ് പറയുന്നത്. എന്താണത്? ഡെഫിനിഷനിൽ കൃത്യമായിട്ട് പറഞ്ഞു, ദ റിട്ടേണിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് ഇൻ ദ സെയിം മീഡിയം ഫ്രം വിച്ച് ഇറ്റ് ഹാസ് കം ആഫ്റ്റർ സ്ട്രൈക്കിംഗ് എ സർഫസ്. സർഫസിനെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ സ്മൂത്ത് സർഫസ് എന്ന് പറയാം, അല്ലെങ്കിൽ മിറർ എന്ന് പറയാം. കർവ്ഡ് സർഫസ് ആയാലും സ്മൂത്ത് ആയിരിക്കണം, റിഫ്ലക്റ്റ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. സ്ട്രൈക്കിംഗ് എ സർഫസ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓർ റിട്ടേണിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് എന്നും പറയാം. റിഫ്ലക്ഷൻ, ഒരു ഇൻസിഡന്റ് റേ വരുന്നു, ഒരു സർഫസിൽ തട്ടി തിരിച്ച് അതേ മീഡിയത്തിലേക്ക് പോകുന്നു. അതാണ് റിഫ്ലക്ഷൻ. നമ്മളൊരു ഡയഗ്രത്തിലൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ്. ഇത് ഇൻസിഡന്റ് റേ ആണ്, പതനരശ്മിയാണ്. അത് സർഫസിൽ വീണു. ആ പോയിന്റ് ഓഫ് ഇൻസിഡന്റ് ആണ്. തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് പോയി. അത് റിഫ്ലക്റ്റഡ് റേ ആണ്. നോർമൽ നമ്മൾ വരച്ചു അല്ലെ? പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് നോർമൽ അഥവാ ലംബം. നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കൃത്യമായിട്ട് കാണിച്ചു. ഇതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്.